പച്ചമാങ്ങ കൊണ്ട് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പച്ചമാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും പച്ചമാങ്ങ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കറി ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒന്ന് കാച്ചി ഒഴിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണിത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മുഴുവനായിട്ട് വേണ്ട. ഞാനിതിപ്പോൾ ഒരു 4 ആൾക്ക് എന്നുള്ള കണക്കിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാടൊക്കെ ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് എടുക്കാം. അപ്പോൾ മാങ്ങ നല്ല പുളിയുള്ളത് കൊണ്ട് തന്നെ നമ്മളെ കറി ഒരുപാട് പുളിയായി പോവും. അതുകൊണ്ടാണ് ഇത് മുഴുവനായിട്ട് വേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ മുഴുവനായിട്ട് എടുക്കാം. അപ്പോൾ ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര പുളിയായി കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല പുളിയിലാണെങ്കിൽ ചെറിയ കഷ്ണം എടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള 2 പീസാണ് ഞാൻ എടുക്കുന്നത്. അത് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് കുറച്ച് കുഞ്ഞുള്ളിയാണ്. അതൊരു 5-8 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വെളുത്തുള്ളി, 3-4 പച്ചമുളക്, ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള മൺചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാലുമായിരിക്കും കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഞാൻ ഇതിൽ നിന്ന് ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത പച്ചമുളക് ഒന്ന് നടുവ് ചീന്തിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാടങ്ങ് വഴന്നു പോകേണ്ട ആവശ്യമില്ല. ആ ഉള്ളീൻ്റെ ഒരു കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമാങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പച്ചമാങ്ങ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് മാത്രം ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അതിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒഴിച്ചുകറി ആയതുകൊണ്ട് തേങ്ങരച്ച കറിയാണ്. അതുപോലെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നില്ലും ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് മുളക് പൊടി ഞാൻ എടുത്തത് ഒരു 1/2 ടീസ്പൂണാണ്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തിരി മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ആ പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത പൊടികളൊക്കെ നന്നായിട്ട് മാങ്ങയിലൊന്ന് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വാട്ടിയെടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കാവുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അളവിൽ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും അളവ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങ എടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിൽ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിൽ നിന്ന് 2 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഈ കറീൻ്റെ ഏറ്റവും അധികം ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാനിത് അരക്കുന്ന സമയത്ത് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആ അരവ് നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ കാരണം നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. അപ്പോൾ പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെ മാങ്ങ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. അപ്പോൾ മാങ്ങയൊക്കെ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല, അത് അടിഞ്ഞു പോകും. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങേൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചോറിന് തയ്യാറാക്കുന്ന ഒരു ഒഴിച്ച് കറിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് കൊഴുപ്പായി കഴിഞ്ഞാൽ ഈ കറി ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയം നോക്കി നമുക്ക് ഉപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ കയ്യിലിട്ടിട്ട് ഒരുപാട് കുത്തി ഇളക്കാനും പാടില്ല. മാങ്ങ വേഗം വേകുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇളക്കുമ്പോൾ ആ മാങ്ങ കഷ്ണങ്ങൾ വല്ലാണ്ട് അടിഞ്ഞു പോകും. അപ്പോൾ കറിക്ക് വല്ലാത്തൊരു കൊഴുപ്പുമായിരിക്കും. പിന്നെ നമ്മൾ കറി ചോറിന് കൂട്ടി കഴിക്കുന്ന സമയത്ത് മാങ്ങേൻ്റെ കഷ്ണങ്ങൾ പെറുക്കി കഴിക്കാനും കിട്ടൂല. അത് അടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിലെ കഷ്ണങ്ങൾ പെറുക്കി തിന്നാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
അപ്പോൾ നമുക്കിനി ഈ കറി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കറി നന്നായിട്ട് തിളച്ച് കിട്ടും. അപ്പോൾ കറി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മളെ കുഞ്ഞുള്ളിയാണ്. ഒരു 3-4 കുഞ്ഞുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ കടുക്, പിന്നെ കുറച്ച് ഉലുവ, അതുപോലെ കറിവേപ്പിലയും കൂടി ഒന്ന് കാച്ചി ഒഴിക്കാം. അപ്പോൾ ഈ കാച്ചി ഒഴിക്കുന്നതാണ് ഈ കറീൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. കുഞ്ഞുള്ളി ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കുഞ്ഞുള്ളി കാച്ചി ഒഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലൊരു കറി ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്